AICC ജനറൽ സെക്രട്ടറിയും വാർ റൂം സ്പെഷ്യലിസ്റ്റുമായ KC വേണുഗോപാലിനും അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് അൽക്ക ലാംബയ്ക്കും എതിരെ ആരോപണങ്ങളുമായി എത്തിയിരിക്കുകയാണ് തമിഴ്നാട് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ഹസീന സയ്യിദ്. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കത്തിൽ KC വേണുഗോപാലിനെ അൽക്ക ലാംബയുടെ ബോയ് ഫ്രണ്ട് എന്നാണ് ഹസീന സയ്യിദ് വിശേഷിപ്പിക്കുന്നത്. സീറ്റ് പ്രശ്നം ഉയർത്തിക്കാണിച്ച് കഴിഞ്ഞ ദിവസം തമിഴ്നാട് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഹസീന സയ്യിദ് രാജിവെച്ചിരുന്നു. അൽക്ക ലാംബയ്ക്ക് ഏകാധിപത്യ മനോഭാവമാണെന്നും സഹപ്രവർത്തകരായ സ്ത്രീകളോട് വളരെ മോശമായാണ് അവർ പെരുമാറുന്നതെന്നും ഹസീന പറഞ്ഞു. അൽക്ക ലാംബയുടെ ഈഗോ തന്റെ ബോയ് ഫ്രണ്ടായ വേണുഗോപാലിനോട് കാണിച്ചാൽ മതി. KC വേണുഗോപാലും അൽക്കയും അടക്കമുള്ളവർ ആഡംബര ജീവിതം നയിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ നൽകുന്ന മെമ്പർഷിപ്പ് ഫീസ് ഉപയോഗിച്ചാണ്. മഹിളാ കോൺഗ്രസിന്റെ അക്കൗണ്ട് ഇതുവരെ ഓഡിറ്റ് ചെയ്തിട്ടില്ലെന്നും പണമെല്ലാം ഇവർ ധൂർത്തടിക്കുന്നു എന്നും ഹസീന പറയുന്നു. സ്ത്രീകൾക്ക് 33% സംവരണം നൽകുമെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് മഹിളാ കോൺഗ്രസിനെ വഞ്ചിക്കുന്നു എന്നാണ് ഹസീനയുടെ ചോദ്യം. അൽക്ക ലാംബ വേണുഗോപാലിനെ പോലുള്ള നേതാക്കൾക്കൊപ്പം നിന്ന് തങ്ങളെ ചതിക്കുകയാണെന്നും ഹസീന പറയുന്നു. ഏപ്രിൽ 11 ഹസീനയെ പുറത്താക്കിയതായി അൽക്ക ലാംബ വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അതേസമയം താൻ ഏപ്രിൽ 10 തന്നെ രാജിവെച്ചിരുന്നുവെന്നും രാജിവെച്ച ആളെ എങ്ങനെയാണ് പുറത്താക്കുന്നതെന്നും ഹസീന സോഷ്യൽ മീഡിയ കുറിപ്പിൽ ചോദിക്കുന്നു. ആം ആദ്മി പാർട്ടി MLA ആയിരുന്നു അൽക്ക ലാംബ. കോൺഗ്രസിൽ എത്തിയതിന് പിന്നാലെ വളരെ പെട്ടെന്ന് വിശിഷ്ടമായ പദവികളിലേക്ക് KC വേണുഗോപാൽ ഇവരെ കൈപിടിച്ച് ഉയർത്തുകയായിരുന്നു. ആ സമയത്ത് തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ വിമർശനവും അടക്കം പറച്ചിലുകളുമൊക്കെ ഇതിനെതിരെ ഉണ്ടായിരുന്നു. കേരള നിയമസഭാ ഇലക്ഷനിലും കോൺഗ്രസ് വനിതകളെ കാര്യമായി പരിഗണിച്ചിരുന്നില്ല. AICC വക്താവ് ഷമ മുഹമ്മദ് അടക്കമുള്ളവർ അതിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് തമിഴ്നാട് കോൺഗ്രസിലും ഇപ്പോൾ വലിയ പൊട്ടിത്തെറി ഉണ്ടായത്. തമിഴ്നാട്ടിൽ പണം വാങ്ങി സീറ്റ് നൽകിയെന്ന ആരോപണം ഉന്നയിച്ചായിരുന്നു ഹസീന സയ്യിദ് രാജിവെച്ചത്. പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതായി അറിയിച്ചതിന് പിന്നാലെ ഹസീനയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഉത്തരവും വന്നു. 2026 ഏപ്രിൽ 10 അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ അൽക്ക ലാംബ പുറപ്പെടുവിച്ച പുറത്താക്കൽ ഉത്തരവിൽ ഹസീനയ്ക്ക് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കുണ്ടെന്നാണ് ആരോപിക്കുന്നത്. എന്നാൽ മഹിളാ കോൺഗ്രസിന്റെ ഫണ്ട് ഓഡിറ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്നും അൽക്ക ലാംബയെ ഹസീന വെല്ലുവിളിക്കുകയാണ്. അൽക്ക ലാംബയ്ക്കും അവരുടെ KC ആൻഡ് കമ്പനിക്കും എതിരെ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് പരാതി നൽകേണ്ടി വരുമെന്നും അതിനുള്ള എല്ലാ തെളിവുകളും തന്റെ പക്കലുണ്ടെന്നും ഹസീന സയ്യിദ് പറയുന്നു. ഒരു അഭിഭാഷക കൂടിയായ അൽക്ക ലാംബ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് 1994 കോൺഗ്രസിലൂടെയാണ്. പക്ഷേ 2013 ആപ്പ് തരംഗത്തിനിടെ അൽക്ക ആം ആദ്മിയിൽ ചേർന്നു. 2019 ആം ആദ്മിയോട് വിട പറയുകയും ചെയ്തു. കോൺഗ്രസ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വന്ന അൽക്കയെ 2002 അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു. 2003 കോൺഗ്രസ് ടിക്കറ്റിൽ മോത്തിനഗർ നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ ഇലക്ഷനിൽ ജനവിധി തേടിയെങ്കിലും സീനിയർ BJP നേതാവായ മദൻലാൽ ഖുറാനയോട് പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് 2014 ഡിസംബറിൽ ആം ആദ്മി പാർട്ടിയിൽ ചേരാനാണ് അൽക്ക കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് പോയത്. 2015 ചാന്ദിനി ചൗക്കിൽ നിന്ന് ആം ആദ്മിയുടെ ടിക്കറ്റിൽ ജനവിധി തേടിയ അൽക്ക BJP സ്ഥാനാർത്ഥി സുമൻ കുമാർ ഗുപ്തയെ പരാജയപ്പെടുത്തി ആദ്യത്തെ വിജയം നേടി. പിന്നീട് ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളും അൽക്കയും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് അൽക്കയ്ക്ക് കോൺഗ്രസിലേക്കുള്ള വഴി വീണ്ടും തുറന്നുകൊടുത്തു. രണ്ടുപേരും പൊതുജന മധ്യത്തിൽ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. പിന്നീട് അൽക്ക 2019 കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ സന്ദർശിച്ചു. പിന്നീട് ഒട്ടും വൈകാതെ പാർട്ടി വിട്ട് കോൺഗ്രസിൽ എത്തുകയായിരുന്നു. അതിനുശേഷം വേണുഗോപാലിന്റെ സപ്പോർട്ടറാണ് പാർട്ടിയിൽ അൽക്ക ഉയർന്ന സ്ഥാനങ്ങൾ നേടിയത് എന്നാണ് ഹസീന പറയുന്നത്.